Morning students, welcome to today's class. Today we are discussing about the properties of DFT. So we have already discussed previous property, that is four properties in previous class. Now we are discussing the fifth property. Okay, അങ്ങനെ 10 properties ഉണ്ടായില്ല. അഞ്ചാമത്തെ property ആണ്, that is correlation property. കോറിലേഷൻ പ്രോപ്പർട്ടി ഒന്നുമില്ല, രണ്ട് സിഗ്നൽസ് നമ്മൾ സിമിലാരിറ്റി മെഷർ ചെയ്യാനും വേണ്ടിയാണ് കോറിലേഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെയിം സിഗ്നൽസ് തമ്മിലുള്ള സിമിലാരിറ്റി നോക്കുന്നതിനാണ് ഓട്ടോ കോറിലേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, സോ കോറിലേഷൻ ഇസ് ബേസിക്കലി യൂസ്ഡ് ടു ഫൈൻഡ് ദ റിലേറ്റീവ് സിമിലാരിറ്റി ബിറ്റ്വീൻ ടു സിഗ്നൽസ്. രണ്ട് സിഗ്നൽസ് തമ്മിൽ സിമിലാരിറ്റി നോക്കാനാണ് കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. സെയിം സിഗ്നൽസ് തമ്മിലുള്ള റിലേഷൻ നോക്കുന്നതിനാണ് ഓട്ടോ കോറിലേഷൻ എന്ന് പറയാം. ഡിഫറെൻറ്റ് ഓക്കെ സിമിലാരിറ്റി ബൈ ഫോർ ഫൈൻഡിങ് സിമിലാരിറ്റി ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് സിഗ്നൽസ്, രണ്ട് ഡിഫറെൻറ്റ് സിഗ്നലിനായിട്ടുള്ള സിമിലാരിറ്റി നോക്കുന്നതിനാണ് ദാറ്റ് ഈസ് ക്രോസ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് രണ്ട് ഡിവിഷൻസ് അതിൻ്റെ. ദെൻ ക്രോസ് കോറിലേഷൻ ഓഫ് ടു സീക്വൻസ് എക്സ് ഓഫ് എൻ ആൻഡ് എച്ച് ഓഫ് എൻ, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് സീക്വൻസ് ആണ്, ഈസ് ഈക്വലന്റ് ടു പെർഫോമിംഗ് ദ കൺവല്യൂഷൻ ഓഫ് വൺ സീക്വൻസ് വിത്ത് ഫോൾഡഡ് വേർഷൻ ഓഫ് അതർ സീക്വൻസ്. ഓക്കെ, ഇനി കോറിലേഷനും കൺവല്യൂഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്. അതായത് രണ്ട് സീക്വൻസിൻ്റെ അല്ലെങ്കിൽ രണ്ട് സിഗ്നൽ എക്സ് ഓഫ് എൻ എച്ച് ഓഫ് എന്നിൻ്റെ കോറിലേഷൻ കാണുകയെന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ദ കൺവല്യൂഷൻ ഓഫ് വൺ സീക്വൻസ് വിത്ത് ദ ഫോൾഡഡ് വേർഷൻ ഓഫ് അതർ സീക്വൻസ്. ഒരു സീക്വൻസും വേറൊരു സീക്വൻസിൻ്റെ ഫോൾഡഡ് വേർഷനും കൂടി കൺവല്യൂഷൻ ചെയ്യുന്നതാണ് ഒരു കോറിലേഷൻ ഈക്വൽ ആണ്. ഓക്കെ, സോ കോറിലേഷൻ ഓഫ് ടു സീക്വൻസ് ഇസ് ഈക്വൽ ടു കൺവല്യൂഷൻ ഓഫ് വൺ സീക്വൻസ് വിത്ത് ഫോൾഡഡ് വേർഷൻ ഓഫ് അതർ സീക്വൻസ്. ഓക്കെ, ദെൻ കോറിലേഷൻ പ്രോപ്പർട്ടി സ്റ്റേറ്റ്സ് ദാറ്റ്, നമ്മൾ കൺവല്യൂഷൻ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഇസ് കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമൈൻ ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ ഫ്രീക്വൻസി ഡൊമൈൻ ആൻഡ് വൈസ് വേഴ്സ. Correlation property states that correlation of two sequences in time domain is equal to multiplication of DFT of one sequence and the time reversal of DFT of another sequence in frequency domain. Okay, സെയിം പോലെ തന്നെ ഒരു ചെറിയ ഡിഫറൻസ്, ഫോൾഡഡ് വേർഷൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ കോറിലേഷൻ പ്രോപ്പർട്ടി എന്താ പറഞ്ഞത്, കോറിലേഷൻ ഇൻ ടൈം ഡൊമൈൻ, ദറ്റ് കോറിലേഷൻ ഓഫ് ടു സീക്വൻസ് ഇൻ ടൈം ഡൊമൈൻ ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡി എഫ് ടി ഓഫ് വൺ സീക്വൻസ് ആൻഡ് ടൈം റിവേഴ്സൽ ഡി എഫ് ടി ഓഫ് അതർ സീക്വൻസ്. ഒരു സീക്വൻസിൻ്റെ ഡി എഫ് ടിയും മറ്റു സീക്വൻസിൻ്റെ ഡി എഫ് ടിയും ടൈം റിവേഴ്സൽ ഡി എഫ് ടി ആണ്, ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് കോറിലേഷൻ. ഓക്കെ, ഫ്രീക്വൻസി ഡൊമൈനിൽ ഈ കോറിലേഷൻ്റെ ഒരു definition എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് സിഗ്മ എൻ ഈക്വൽ ടു 0 to n-1 എക്സ് ഓഫ് എൻ ഇൻറ്റു എച്ച് ഓഫ് എൻ പ്ലസ് എൻ, എൻ പ്ലസ് വൺ എന്ന് പറയും, എൻ പ്ലസ് എം എന്ന് പറയും. ഓക്കെ, നൗ അതിൻ്റെ പ്രൂഫിലോട്ട് കിടക്കാം. മൾട്ടിപ്ലിക്കേഷൻ കിട്ടും, ഫോൾഡഡ് വേർഷൻ മൾട്ടിപ്ലിക്കേഷൻ കിട്ടും എന്നൊക്കെ നോക്കാം. അതായത് ഒരു ഡി എഫ് ടിയും മറ്റേ ഒരു സിഗ്നലിൻ്റെ ഡി എഫ് ടിയും അടുത്ത സിഗ്നലിൻ്റെ ഡി എഫ് ടിൻ്റെ ടൈം റിവേഴ്സലുമാണ് കിട്ടുന്നത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനിൽ. സോ കൺവല്യൂഷൻ എടുത്താൽ കോറിലേഷൻ കണ്ടാൽ, സോ ഡി എഫ് ടി ഓക്കെ കോറിലേഷൻ്റെ ഇക്വേഷൻ ആണത്. കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ഓഫ് എന്നും എച്ച് ഓഫ് എന്നും രണ്ട് നമ്മൾ ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് ആർ എന്നാണ് നമ്മൾ ക്രോസ് കോറിലേഷനെ പറയുന്നത്. ഓട്ടോ കോറിലേഷൻ എന്ന സെയിം സീക്വൻസ് തമ്മിലുള്ള റിലേഷനാണ്. ഇവിടെ ക്രോസ് കോറിലേഷൻ ആണ് നോക്കുന്നത്, ദാറ്റ് ഈസ് ആർ എക്സ് കോമ എച്ച്, ബിക്കോസ് എക്സിൻ്റെയും എച്ചിൻ്റെയും റിലേഷനാണ് നോക്കുന്നത്. സോ സിഗ്മ എൻ ഈക്വൽ ടു 0 to n-1 എക്സ് ഓഫ് എൻ ഇൻറ്റു എച്ച് ഓഫ് എൻ പ്ലസ് എം, ഇതാണ് ഡെഫിനിഷന്. ഇത് നമുക്ക് വൺ ഡയമെൻഷണൽ ഡി എഫ് ടി ആണ് ഇവിടെ കൊടുക്കുന്നത്. വൺ ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ സിഗ്മ എൻ ഈക്വൽ ടു 0 to n-1 എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ഇ റേസ് ടു മൈനസ് ജെ 2π by n ഇൻറ്റു എൻ കെ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നോർമൽ വരുന്നത്. അതായത് ഒരു സിഗ്മയും ഉണ്ടാവും, ഒരു എഫ് ഓഫ് എക്സ് വാല്യൂ ഉണ്ടാവും, ഒരു ഇ റേസ് ടു മൈനസ് ജെ ഉണ്ടാവും. സോ ഇവിടെ നമ്മൾ വൺ ഡയമെൻഷണൽ ഡി എഫ് ടി ആണ് കാണുന്നത്. സോ ഡി എഫ് ടി ഓഫ് ദിസ് correlation function, that is r x comma h is equal to sigma m equal to, ഓക്കെ ഇവിടെ ഓൾറെഡി ഒരു എൻ വാല്യൂ ഉണ്ടായത് കൊണ്ട് ഞാൻ ഇവിടെ ഡി എഫ് ടിൻ്റെ ഇക്വേഷനിൽ ഞാൻ എം ആണ് കൊടുക്കുന്നത്. സോ സിഗ്മ എം ഈക്വൽ ടു 0 to n-1 എഫ് ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഹിയർ, ദിസ് ഇസ് ദ എഫ് ഓഫ് എക്സ് ഹിയർ. സോ ആ ബ്രാക്കറ്റിനകത്ത് എഫ് ഓഫ് എക്സ് ഇട്ടു, ദാറ്റ് ഈസ് x n equal to 0 to n-1 x of n h of n plus m into sigma m equal to 0 to n-1 f of x into e raised to minus j 2π by n into mk. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തത്, e raised minus j 2π by n into mk. സോ അൺഡയമെൻഷണൽ ഡി എഫ് ടി കണ്ടു. ഇനി ഈ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എന്താണോ ഉള്ളത് ആ രീതിക്ക് നമ്മുടെ എക്സ്പോണൻഷ്യൽ ടേം മാറ്റാൻ നോക്കണം. സോ അതിന് നമുക്ക് എമ്മിൻ്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യണം, എൻ ആഡ് ചെയ്യണം. സോ ഫോർ ദാറ്റ് വി ആർ ആഡിങ് ആൻഡ് സബ്സ്ട്രാക്ടിങ് എൻ വിത്ത് ദിസ് എലമെന്റ്. ഈ ഒരു എമ്മിൻ്റെ കൂടെ ആഡും ചെയ്യുക, സബ്സ്ട്രാക്റ്റും ചെയ്യുക എന്നിനെ. സോ വി ഗെറ്റ് ഇതൊക്കെ അതുപോലെ തന്നെ ഇറേസ് മൈനസ് ടു 2π by n ഇൻറ്റു എം പ്ലസ് എൻ മൈനസ് 1 കെ. കാരണം ഈ ഒരു ഇറേസ് ടു എന്നുള്ള ഫോമിൽ ഇവിടെ ഉള്ളത് തന്നെ എന്താവണം, മുകളിലും വരണം. ഓക്കെ, എന്നാലും അതിനെ നമ്മൾ ബേസിക് ഡെഫിനിഷൻ ഓഫ് ഡി എഫ് ടി ആക്കിയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ ഒരു ഫോമാറ്റിൽ കിട്ടി.
നെക്സ്റ്റ് നമുക്കറിയാലോ ഇതിന് സ്പ്ലിറ്റ് ചെയ്യണം എം പ്ലസ് എൻ ഇൻറ്റു കെ എന്നുള്ള ഫോമാറ്റിലും. ഓക്കെ, ഇ റേസ് മൈനസ് ജെ എന്നുള്ളത് പ്ലസ് ജെ ആവും. ജെ 2π/n ഇൻറ്റു മൈനസ് എൻ കെ മൈനസ് ജെ എന്ന് വരുമ്പോൾ പ്ലസ് ആവും. സോ എൻ കെ വരും. സോ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ആൻസർ ആണ് ഇ റേസ് ടു ജെ 2π/n ഇൻറ്റു എൻ കെ. അതായത് ഈ ഒരു സംഭവത്തിന് സ്പ്ലിറ്റ് ചെയ്തു. ഇങ്ങനെ എൻ പ്ലസ് എം ആയിട്ടും അതുപോലെ തന്നെ എൻ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തു. സോ എൻ മൈനസ് എൻ ആയതുകൊണ്ട് ഇവിടെ എന്തായി പ്ലസ് ആയി കിട്ടും. ഓക്കെ, അത് ഞാൻ ഡയറക്റ്റ് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. This is minus j 2π/n into n plus m into k. This is plus e raised j 2π/nk. Right. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എമ്മിൻ്റെ ടേമിനെയും എന്നിൻ്റെ ടേമിനെയും സെപ്പറേറ്റ് ആയത്. കാരണം രണ്ട് സമ്മേഷൻ ഉണ്ട്. സമ്മേഷൻ ഓവർ എം ഉണ്ട്, സമ്മേഷൻ ഓവർ എൻ ഉണ്ട്. സോ ഞാൻ സമ്മേഷൻ ഓവർ എം എടുത്തു ആദ്യം. എം ഈക്വൽ ടു 0 to n-1. ദെൻ ഇത് എൻ ടേം ആണ്. സോ എച്ച് ഓഫ് എൻ പ്ലസ് എം. ഓക്കെ, ഇ റേസ് മൈനസ് ജെ 2π/n ഇൻറ്റു എൻ പ്ലസ് എം ഇൻറ്റു കെ. ഇത് ഒരു എന്താണ്, ഇതൊരു ഡി എഫ് ടിൻ്റെ ഇക്വേഷൻ ആണ്. സോ ഡി എഫ് ടി ഇക്വേഷൻ ഈ ടേമിനനുസരിച്ചാണ് പറയുന്നത്. ഇവിടെ എച്ച് സ്മോൾ എച്ച് ആയതുകൊണ്ട് വി ഗെറ്റ് ക്യാപിറ്റൽ എക്സ് ഓഫ്, ഇവിടുത്തെ ഇത് ക്യാപിറ്റൽ എക്സ് ഓഫ് കെ ആണ് ഇത് വരുന്നത്. അടുത്തത് നമ്മൾ എൻ ഈക്വൽ 0 to n-1 എക്സ് ഓഫ് എൻ ഇൻറ്റു ഈ ഒരു പ്ലസ് ടേമും കൊടുത്തു. ഓക്കെ, so DFT by definition this is small letter h ആയതുകൊണ്ട് we have capital H of this k. Capital H of k ആണ് ഇതിൻ്റെ DFT. ഇതിൻ്റെ DFT capital H of k. കാരണം ഇവിടെ എന്താണുള്ളത് അത് തന്നെയാണ് ഇവിടെ n പ്ലസ് എം. എം രണ്ട് സെയിം ആണ്. ഇനി ഈ ഒരു സെക്ഷനിൽ നമുക്ക് എന്താ നോക്കേണ്ടത് വെച്ചാൽ ഇതും DFTൻ്റെ ഇക്വേഷൻ ആണ്. പക്ഷെ ഇവിടെ ഒരു പോസിറ്റീവ് ആണേ ഉള്ളൂ. സോ അതിനെ DFTൻ്റെ ഇക്വേഷനിലോട്ട് മാറ്റാൻ ഇവിടെ നെഗറ്റീവ് ഇടാം. സോ വി ഗെറ്റ് മൈനസ്, അപ്പോൾ ഒരു രണ്ട് മൈനസ് ഇട്ട് കൊടുക്കാം. മൈനസ് മൈനസ് പ്ലസ് ആണ്. സോ മൈനസ് കെ എന്ന് കൊടുക്കാം. സോ ഇതും ഒരു DFT ഇക്വേഷൻ ആയി മാറി. റൈറ്റ്, എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2π/n ഇൻറ്റു മൈനസ് കെ. സോ സ്മോൾ ലെറ്റർ എക്സ് ആയതുകൊണ്ട് വി ഹാവ് എക്സ് ഓഫ്, ഇവിടെ മൈനസ് കെ ആയതുകൊണ്ട് എക്സ് ഓഫ് കെ. സോ DFT ഓഫ് എൻ കോറിലേഷൻ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് കെ ഇൻറ്റു എക്സ് ഓഫ് മൈനസ് കെ. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ DFT of a sequence and the time reversal of another sequence, that is h of k into x of minus k എന്ന് കിട്ടിയിട്ടുണ്ട്. So DFT of Rx, s equal to h of n. ഓക്കെ, ഇത് ടൈം ഡൊമൈനിലാണെങ്കിൽ എന്ത് വരും, h of n. ഇത് അതുപോലെ തന്നെ കൺവല്യൂഷൻ എക്സ് ഓഫ് മൈനസ് എൻ, അതായത് ഫോൾഡഡ് വേർഷൻ ഓഫ് അതർ സീക്വൻസ് എക്സ് ഓഫ് മൈനസ് എൻ. ഓക്കെ, ഇത്രയാണ് നമുക്ക് കോറിലേഷൻ പ്രോപ്പർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ മൂവിങ് ടു ദ സിക്സ്ത് പ്രോപ്പർട്ടി, ദാറ്റ് ഇസ് സ്കെയിലിംഗ് പ്രോപ്പർട്ടി. സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ നത്തിങ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പാൻഡ് ഓർ കംപ്രസ് ആൻ ഇമേജ്. ഈ സ്കെയിലിംഗ് പ്രോപ്പർട്ടി നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ ഒരു ഇമേജിനെ എക്സ്പാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇമേജിനെ കംപ്രസ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ പ്രോപ്പർട്ടി സേസ് ദാറ്റ് എക്സ്പാൻഷൻ ഓഫ് ആൻ ഇമേജ് ഇൻ ടൈം ഡൊമൈൻ വിൽ ബി ഈക്വൽ ടു കംപ്രഷൻ ഓഫ് ദ സെയിം സിഗ്നൽ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. ഒരു ഇമേജിനെ കംപ്രഷൻ ആണ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ടൈം ഡൊമൈനിൽ നമ്മൾ കംപ്രസ് ചെയ്താൽ ഫ്രീക്വൻസി ഡൊമൈനിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യും. അതുപോലെ തന്നെ വൈസ് വേഴ്സ, ഫ്രീക്വൻസി ഡൊമൈനിൽ അല്ല ടൈം ഡൊമൈനിൽ അതിനെ എക്സ്പാൻഡ് ചെയ്താൽ ഫ്രീക്വൻസി ഡൊമൈനിൽ അതിനെ കംപ്രസ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ് എഫ് ഓഫ് എം കോമ എൻ ആണ് നമ്മുടെ ടൈം ഡൊമൈൻ സിഗ്നൽ. അതിൻ്റെ DFT ആണ് എഫ് ഓഫ് കെ കോമ എൽ. ദെൻ DFT of f of am bn is equal to am ഉം bn-ൻ്റെയും DFT. ഇതെന്താണ് ഇവിടെ എക്സ്പാൻഡാ ചെയ്യുന്നത് അല്ലേ, അതിൻ്റെ വാരിയബിൾസ് എക്സ്പാൻഡ് ചെയ്യാൻ, വിച്ച് ഇസ് ഈക്വൽ ടു 1/AB ഇൻറ്റു എഫ് ഓഫ് കെ ബൈ എ ഇൻറ്റു എൽ ബൈ ബി. ഓക്കെ, കെ ബൈ എ കോമ എൽ ബൈ ബി. സോ എഫ് ഓഫ് കെ കോമ എൽ എന്ന് പകരം എഫ് ഓഫ് കെ ബൈ എ കോമ എൽ ബൈ ബി വരും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഡിവൈഡഡ് ആവും. സോ ഇവിടെ എക്സ്പാൻഡ് ചെയ്തു. സോ ഫ്രീക്വൻസി ഡൊമൈനിൽ കംപ്രസ് ചെയ്തു. ഒരു കോൺസ്റ്റന്റ് എ ബൈ ബി മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടാവും. ഓക്കെ, ഇതാണ് സ്കെയിലിംഗ് പ്രോപ്പർട്ടി. റൈറ്റ്, ഇനി അതിൻ്റെ പ്രൂഫ് നോക്കാം. സോ ഈ എഫ് ഓഫ് എ എം കോമ ബി എൻ ആണ് നമ്മളിവിടെ എഫ് ഓഫ് എക്സ് ആക്കി അല്ലെ എഫ് ഓഫ് എം കോമ എൻ ആക്കി എടുക്കുന്നത്. ഇതിൻ്റെ DFT കാണാം. സോ എം സിഗ്മ എം സിഗ്മ എൻ എഫ് ഓഫ് എം കോമ എൻ എന്ന് പകരം എഫ് ഓഫ് എ എം കോമ ബി എൻ ഇ റേസ് ടു മൈനസ് ജെ. ഓക്കെ, നോർമൽ DFT ഇക്വേഷൻ 2D DFT ഇക്വേഷൻ എഴുതി. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പവർ നമ്മൾ എ കൊണ്ട്, ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഏത് രീതിയാണോ അതുപോലെ ആക്കണം, എന്നാലേ നമുക്ക് സ്റ്റാൻഡേർഡ് DFT ഫോമിൽ എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ AM ആണുള്ളത്. സോ ഇവിടെ എം മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഒരു എ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം ഈ ടേമിൻ്റെ കൂടെ. എം വരണമെങ്കിൽ സോ എ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഈ ടേമിലും സെയിം പോലെ ബി ആണ്, എന്നിൻ്റെ കൂടെ ബിയും വരുന്നുണ്ട്. സോ ബി മൾട്ടിപ്ലൈയും ചെയ്യുക, ഡിവൈഡും ചെയ്യുക. ഓക്കെ, സോ
നമുക്ക് ഇങ്ങനെ കിട്ടും, മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, അതായത് എ എം എന്ന് കൊടുക്കുക, കെ ബൈ എ എന്ന് കൊടുക്കുക, ഇവിടെ അതുപോലെ തന്നെ എൻ ബി എന്ന് കൊടുക്കുക, എൽ ബൈ ബി എന്ന് കൊടുക്കുക. ഓക്കെ, എ എം കൊടുത്തു, കെ ബൈ എ, എൻ ബി, എൽ ബൈ ബി. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്, ഇവിടെ എമ്മിന് എന്നിനാണ് ലിമിറ്റ് കൊടുത്തേക്കുന്നത്. എയും ബിയും ഇപ്പോഴാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വന്നത്. ഈ ഫംഗ്ഷനിൽ എ ബി ഉണ്ട്. സോ ഫുൾ ടേം എ ബി ഫോമാറ്റിലാണ്. സോ നമുക്ക് ഈ എ എമ്മും ബി എന്നും മാറ്റിയിട്ട് വേറൊരു വേരിയബിൾ കൊടുക്കുകയാണ്, ദാറ്റ് ഇസ് പി ആൻഡ് ക്യൂ. സോ എ എം ഈക്വൽ ടു പി ആൻഡ് ബി എൻ ഈക്വൽ ടു ക്യൂ എന്ന് കൊടുക്കുക. ഓക്കെ, സോ എൻ ഈക്വൽ ടു പിയും ബി എൻ ഈക്വൽ ടു ക്യൂ കൊടുത്താൽ പി ക്യൂ ഫോമാറ്റിലാണ് വരുന്നത്. സോ എല്ലാ ലിമിറ്റൊക്കെ നമുക്ക് മാറ്റണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്നും എമ്മും ടേമിലാണ് ഇവിടെ ലിമിറ്റ് കൊടുത്തത്. പക്ഷെ എന്നും എമ്മും മാത്രമല്ല, ഇവിടെ അതിൻ്റെ കൂടെ എയും ബിയും ചേരുന്നുണ്ട്. ഓക്കെ, സോ അതിന് ലിമിറ്റ് കൊടുത്ത് എല്ലാത്തിലും എ ബി എന്നുണ്ട്. സോ ഈ എമ്മും എന്നും കൊടുക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം നമുക്ക് എക്കും ബിക്കും ലിമിറ്റ് കൊടുക്കണം. സോ ഫോർ ദാറ്റ് ഈ എ എം ബി എന്ന് കൊടുക്കാതെ ഞാൻ കമ്പൈൻ ചെയ്ത് പി ക്യൂ എന്നുള്ള ടേം കൊടുത്തു. സോ പിക്ക് നമുക്ക് ലിമിറ്റ് കൊടുക്കാം. സോ പിക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ എമ്മിൻ്റെ ലിമിറ്റ് നോക്കിയിട്ട് വേണം കൊടുക്കാൻ, കാരണം എക്കും ബിക്ക് നമുക്ക് ലിമിറ്റ് അറിയില്ല. സോ പി വെൻ എം ഈക്വൽ ടു 0, എമ്മിൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ വാട്ട് ഇസ് പി? സോ എം ഈക്വൽ ടു 0 എന്ന് വരുമ്പോൾ പി ഈക്വൽ ടു, ഓക്കെ, വെൻ എം ഈക്വൽ ടു 0 p equal to 0 എന്ന് കിട്ടും. ഓക്കെ, a into 0 0 എന്ന് കിട്ടും. when m equal to n minus 1 p equal to a into n minus 1. ഓക്കെ, സോ ഈ ഒരു ലിമിറ്റ് മാത്രമേ ചേഞ്ച് വരുള്ളൂ. ഈ എ എം ബി എൻ എന്നുള്ളതിന് പി ക്യൂ ആയിട്ട് മാറ്റും. സോ പി ക്യൂ, ഇവിടെ എം എന്നുള്ളത് പി, ഇവിടെ ക്യൂ എന്നായി. ലിമിറ്റിൽ പി ക്യൂ തന്നെ പി ഈക്വൽ ടു 0 ടു എ ഇൻറ്റു എൻ മൈനസ് 1, ക്യൂ ഈക്വൽ ടു 0 ടു ബി ഇൻറ്റു എൻ മൈനസ് 1. ഇനി എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു സംഭവം പറയുന്നത് പിന്റെ വാല്യൂസ് 0 മുതൽ എൻ മൈനസ് 1 വരെ കൊടുത്തിട്ട് എൻ മൈനസ് 1 ടെണ്ണിൻ്റെ കൂടെ എ മൾട്ടിപ്ലൈ ചെയ്താലും എ, അതായത് ഓരോ ടേം കൊടുക്കുമ്പോൾ എ മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഈക്വൽ ടു എയും ബിയും ആദ്യം തന്നെ ഈ ഫംഗ്ഷനായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ലിമിറ്റ് കൊടുത്താലും രണ്ടും സെയിം ആണ്. സോ ഈ എനെയും ബിനെയും ആദ്യം തന്നെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള ഫോമാറ്റിൽ കൊടുക്കും. സോ ഡിറ്റർമിനന്റ് എ ബി. ഓക്കെ, അപ്പോൾ എൻ മൈനസ് വൺ ഫോമായി, വേറെ ഒരു ചേഞ്ച് വരുത്തിയിട്ടില്ല. 0 ടു എൻ മൈനസ് 1 ആവാനും വേണ്ടി, അതായത് ഓരോന്നിനും എയും ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഞാൻ ആ ഫംഗ്ഷനെ മൊത്തമായിട്ട് എ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, രണ്ടും സെയിം ആണ്. സോ ഡിറ്റർമിനന്റ് എ ഇൻറ്റു ബി. ഓക്കെ, ഈ ടേം എഴുതി. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിറ്റർമിനന്റ് എ ബി, ഓക്കെ, ഇനി നേരെ എടുത്ത് എഴുതാം. ഈ ഒരു ടേം അറിയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് കെ. ഓക്കെ, ഇവിടെ സ്മോൾ ലെറ്റർ എഫ് ആകുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ എഫ് ആയിരിക്കും നമ്മുടെ DFT function. So capital F of K by A and L by B. Okay, F of K by A, L by B വരും. So ഈ determinant value remove ചെയ്യാൻ നമ്മൾ 1 by determinant A B കൊടുക്കും. So hence the proof. So scaling property time domain expand ചെയ്തപ്പോൾ AM B എന്ന് വന്നപ്പോൾ frequency domain 1 by AB into F of K by A into F of comma L by B. Okay, this is the scaling property. Then the seventh property is conjugation property or conjugate property. Conjugate symmetry. The conjugate symmetry is a simple property, that is TFT f of m comma n is f of k comma l ആണെങ്കിൽ ഈ f conjugate of m comma n, അതായത് നമ്മുടെ ടൈം ഡൊമൈനിൽ കോൺജുഗേറ്റ് എടുത്താൽ which is equal to frequency ഡൊമൈനിൽ that is capital F conjugate minus k minus l ആണ്. That and f conjugate m comma n is equal to f conjugate minus k minus l. Also this f conjugate minus k minus l is equal to f of k comma l. അതായത് f of k comma l ഉം f conjugate of minus k minus l ഉം സെയിം ആണെന്ന് അർത്ഥം. ഓക്കെ, സോ പ്രൂഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് നോർമൽ എഫ് ഓഫ് കെ കോമ എല്ലിൻ്റെ നോർമൽ DFTൻ്റെ ജനറൽ ഇക്വേഷൻ എഴുതി. ഇനി ഇതിനെ കോൺജുഗേറ്റ് എടുത്തു. കോൺജുഗേറ്റ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, ഈ നെഗറ്റീവുള്ള 2 പ്ലസ് ആവും, വേറെ ചേഞ്ചസ് ഒന്നും വരില്ല. ഓക്കെ, ഈ കോംപ്ലക്സ് ടേമുള്ള 2 പ്ലസ് ആവും കോൺജുഗേറ്റ് എടുത്താൽ. ഇനി കോൺജുഗേറ്റ് അപ്പോൾ ഈ കോൺജുഗേറ്റ് എഫ് ഓഫ് കെ കോമ എൽ ഇസ് നോട്ട് ഈക്വൽ ടു എഫ് കോൺജുഗേറ്റ് ഓഫ് കെ കോമ എൽ. ഓക്കെ, എഫും കെ കോമ എല്ലും എഫ് കോൺജുഗേറ്റ് ഓഫ് കെ കോമ എല്ലും എന്തല്ല, ഈക്വൽ അല്ല. സോ അതിൻ്റെ കൂടെ ഞാൻ മൈനസ് കെ മൈനസ് എൽ എന്ന് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ കെക്ക് പകരം മൈനസ് കെ, ഈ എല്ലിന് പകരം മൈനസ് എൽ കൊടുക്കുകയാണെങ്കിൽ ഇത് എന്തിന് ഈക്വലായി, എഫ് ഓഫ് കെ ജനറൽ ഇക്വേഷന് ഈക്വലായി. സോ ദാറ്റ് ഈസ് എഫ് ഓഫ് കെ കോമ എൽ ഈക്വൽ ടു എഫ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ മൈനസ് എൽ. ഇത് രണ്ടും സെയിം ആണ്. നോർമൽ ഡെഫിനിഷനും അതിനെ കോൺജുഗേറ്റ് എഴുതിയിട്ട് മൈനസ് കെ മൈനസ് എൽ ചെയ്താലും സെയിം ആണ്. ഓക്കെ, സോ കോൺജുഗേറ്റ് എടുത്താൽ ഡിഫറെൻ്റാണ് കിട്ടുന്നത്. പക്ഷേ എഫ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ മൈനസ് എൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, സോ എഫ് ഓഫ് കെ കോമ എൽ ഈക്വൽ ടു എഫ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ മൈനസ് എൽ. പിന്നെ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി.
ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ജസ്റ്റ് ആ പ്രോപ്പർട്ടി പറയുന്നുള്ളൂ, ദാറ്റ് ഈസ് 1/n² സിഗ്മ എം സിഗ്മ എൻ എ കോമ എൽ എം കോമ എൻ ഇൻറ്റു എ കോമ എൽ കോൺജുഗേറ്റ് എം കോമ എൻ. ഓക്കെ, ഇത് എ കോമ എൽ എം കോമ എന്നും അതിൻ്റെ കോൺജുഗേറ്റ് എടുത്താൽ വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് കെ മൈനസ് കെ ഡാഷ് കോമ എൽ മൈനസ് എൽ ഡാഷ്. ഇതാണ് നമ്മുടെ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി. ഈ ഡെൽ ഓഫ് കെ മൈനസ് കെ ഡാഷ് എൽ മൈനസ് എൽ ഡാഷിന് നമുക്ക് ക്രോണക്കൽ ഡെൽറ്റ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ക്രോണക്കൽ ഡെൽറ്റ വാല്യൂ ആണ് നമുക്ക് ഈ കിട്ടുന്ന ഈ വാല്യൂ. ഇതിൽ എ കെ കോമ എൽ എം കോമ എൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 2π/n ഇൻറ്റു കെ എം ഇൻറ്റു ഇ റേസ് ടു 2π/n ഇൻറ്റു എൽ എൻ ആണ്. ഓക്കെ, സോ ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് വരും. സോ അത് രണ്ട് 1/n² സമ്മേഷൻ ഇത് രണ്ട് കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് ദിസ് വാല്യൂ. ദിസ് ഇസ് കാൾഡ് ക്രോണക്കൽ ഡെൽറ്റ. ഇതാണ് ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി. പ്രൂഫ് ഒന്നുമില്ല. ദെൻ നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ്പോണൻഷ്യൽ. മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ്പോണൻഷ്യലിൽ വരുന്നത് ഓക്കെ, അതായത് നമ്മൾ ഒരു എഫ് ഓഫ് എം കോമ എന്നിൻ്റെ കൂടെ ഒരു എക്സ്പോണൻഷ്യൽ മൾട്ടിപ്ലൈ ചെയ്താൽ, ഓക്കെ, ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇറേസ് ടു ജെ പ്ലസ് ആണ്. ജെ 2π/n ഇൻറ്റു എം കെ 0 ഇറേസ് ജെ 2π/n ഇൻറ്റു എൻ എൽ 0. സോ ഒരു എഫ് ഓഫ് എം കോമ എന്നിൻ്റെ കൂടെ ഒരു എക്സ്പോണൻഷ്യൽ മൾട്ടിപ്ലൈ ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഡി എഫ് ടി? ഡി എഫ് ടിയിൽ എന്ത് സംഭവിക്കും? ഈ എഫ് ഓഫ് എം കോമ എന്നിൻ്റെ കൂടെ ഇതും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഇറേസ് ടു മൈനസ് ജെ ഇതിലോട്ട് ആഡ് ചെയ്യും. സോ വി ഗെറ്റ് ഓക്കെ, ഈ കേക്ക് പകരം എന്തുണ്ടാവും? ഓക്കെ, ഇതിനെ മൈനസ് മൈനസ് ആകണമെങ്കിൽ മൈനസ് മൈനസ് ആകുമ്പോൾ മൈനസ് കെ 0. ഇത് പ്ലസ് ആയതുകൊണ്ട് മൈനസ് മൈനസ്. സോ ഇതിലത്തെ മൈനസ് ജെ എന്ന് പുറത്തെടുത്തു, ബാക്കി മൈനസ് കെ എന്നുണ്ടാവും. സോ കെ മൈനസ് കെ 0 എന്ന് വരും. ആൻഡ് ഓൾസോ ഹിയർ എൽ മൈനസ് എൽ 0 എന്ന് വരും. സോ ഇതാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. ഇവിടെ എക്സ്പോണൻഷ്യൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഒരു കെ 0 എൽ 0 വാല്യൂ ഈ കെൻ്റെയും എല്ലിൻ്റെയും കൂടെ സബ്സ്ട്രാക്ട് ചെയ്തു. എം ഓഫ് കെ മൈനസ് കെ 0 എൽ മൈനസ് എൽ 0. അതായത് ഇതുകൾ എന്താകും? ഒരു സിംഗിൾ എക്സ്പോണൻഷ്യൽ ആയിട്ട് കമ്പൈൻ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു കെ മൈനസ് കെ 0 എൽ മൈനസ് എൽ 0 എന്ന് പറഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ഓക്കെ ഇതിൻ്റെ ഡി എഫ് ടി എടുത്താൽ എന്താ കിട്ടുന്നത്? ക്യാപിറ്റൽ എഫ് ഓഫ് കെ മൈനസ് കെ 0 കോമ എൽ മൈനസ് എൽ 0. ഓക്കെ, സോ ഇതിൻ്റെ ഡി എഫ് ടി എടുത്താൽ നമുക്കറിയാം, ഡി എഫ് ടി എടുക്കുമ്പോൾ ഈ സ്മോൾ ലെറ്റർ എഫ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ആവും. ഈ കെൻ്റെ വാല്യൂ എടുക്കുന്നത് കെ മൈനസ് കെ 0 എൽ മൈനസ് എൽ 0 എന്ന് വരും. സോ എഫ് ഓഫ് കെ മൈനസ് കെ 0 എൽ മൈനസ് എൽ 0 വെൻ വി ആർ മൾട്ടിപ്ലൈങ് എക്സ്പോണൻഷ്യൽ വിത്ത് എഫ് ഓഫ് എം കോമ എൻ. എഫ് ഓഫ് എം കോമ എന്നിട്ട് എക്സ്പോണൻഷ്യൽ എടുത്താൽ അതിൽ വരുന്ന കോൺസ്റ്റൻസ് കെ 0 എൽ 0 എന്നുള്ളത് ഈ ഒരു ഫോമാറ്റിലോട്ടാവും. കെൻ്റെ കൂടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത പോലെയാവും. ഓക്കെ, this theorem proves that multiplication of a function f of m comma with an exponential in the spatial domains lead to a frequency shift. അതെന്താ ചെയ്യുന്നത്? ഈ ഫ്രീക്വൻസിനെ, അതായത് ഫ്രീക്വൻസി ഡൊമൈനിൽ ഒരു ഷിഫ്റ്റാണ് കൊടുക്കുന്നത്. അതായത് ടൈം ഡൊമൈനിൽ ഒരു എക്സ്പോണൻഷ്യൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫ്രീക്വൻസി ഡൊമൈനിൽ അതെന്താ ചെയ്യുന്നത്? ഓക്കെ, ഒരു ഫ്രീക്വൻസി ഷിഫ്റ്റ് ആണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് എഫ് ഓഫ് കെ മൈനസ് കെ 0 എൽ മൈനസ് എൽ 0. ഓക്കെ, so moving to the next property, ഇതാണ് multiplication by exponential. Rotation property, last property. Rotation property states that if a function is rotated by an angle, its Fourier transform also rotated by an equal amount. Okay, ഇവിടെ റൊട്ടേഷൻ പ്രോപ്പർട്ടി എന്താ പറഞ്ഞാൽ, നമ്മൾ ടൈം ഡൊമൈനിൽ നമ്മുടെ നമ്മുടെ സിഗ്നലിനെ അല്ലെങ്കിൽ ഇമേജിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം പോലെ ഫ്രീക്വൻസി ഡൊമൈനിലും നമ്മൾ അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എടുത്ത ഫ്രീക്വൻസി ഡൊമൈനിലും റൊട്ടേറ്റ് ചെയ്യും. സപ്പോസ് ഇതാണ് ടൈം ഡൊമൈൻ സിഗ്നൽ എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ എന്നാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എങ്കിൽ ഇതിൻ്റെ ഡി എഫ് ടി എടുത്താൽ വി ഗെറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് ആർ ഒക്കെ ക്യാപിറ്റൽ ആവും ആർ കോസ് 5 കോമ ആർ സൈൻ 5. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഡി എഫ് ടി വാല്യൂ. ഓക്കെ, അതിനൊരു ഷിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് കൂടി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു റൊട്ടേറ്റ് ചെയ്യാനാണല്ലോ, ഒരു ആംഗിൾ ഷിഫ്റ്റ് ചെയ്യാറുമ്പോൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. സോ ഒരു ആംഗിൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ആർ കോസ് തീറ്റ പ്ലസ് തീറ്റ 0 ആർ സൈൻ തീറ്റ പ്ലസ് തീറ്റ 0 വിൽ ബിക്കം എഫ് ഓഫ് ആർ കോസ് 5 പ്ലസ് 5 0 ഈക്വൽ ടു ആർ സൈൻ 5 പ്ലസ് 5 0. അതായത് ടൈം ഡൊമൈനിൽ നമ്മൾ ഒരു റൊട്ടേഷൻ കൊടുത്താൽ സെയിം എഫക്റ്റ് തന്നെ, സെയിം ആംഗിളിൽ തന്നെ, ഈക്വൽ എമൗണ്ടിൽ തന്നെ അവിടെ ഫോറിയർ ഫ്രീക്വൻസി ഡൊമൈനിൽ റൊട്ടേഷൻ സംഭവിക്കും. ദാറ്റ് ഈസ് റൊട്ടേഷൻ പ്രോപ്പർട്ടി. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് DFT. So that's all about today's class. Thank you. Have a nice day.